കർണാടകയിലെ മഹാലിംഗപുരം എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ 55 വയസ്സുള്ള ഒരച്ഛനുണ്ട്. സ്വന്തം മകളെ ഏറെ സ്നേഹത്തോടെ വളർത്തിയ സാധാരണക്കാരനായ ഒരച്ഛൻ. 2026 ജൂലൈ 27 വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റായി. തന്റെ 3 വയസ്സുള്ള പേരക്കുട്ടിയുമായി സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അപ്പൂപ്പ അപ്പൂപ്പ എന്ന് വിളിച്ച് കൊച്ചുമകൻ അദ്ദേഹത്തിന് ചുറ്റും ഓടി നടക്കുകയാണ്. ആ സമയത്താണ് മകളുടെ ഭർത്താവായ പ്രവീണിന്റെ ഫോൺ കോൾ വരുന്നത്. സാധാരണ ഈ സമയത്ത് വിളിക്കാറില്ലല്ലോ എന്ന് കരുതി അദ്ദേഹം ഫോൺ എടുത്ത് ഹലോ പറയും മരുമകനെ എന്ന് ചോദിക്കുന്നു. എന്നാൽ മറുതലയ്ക്കിൽ നിന്നും പ്രവീൺ കോപത്തോടെ പറഞ്ഞത് കേട്ട അച്ഛൻ തരിച്ചുപോയി. നിന്റെ മകൾ വീട്ടിൽ മരിച്ചു കിടപ്പുണ്ട്, വന്ന് ശവം എടുത്തുകൊണ്ട് പൊയ്ക്കോ. ആ അച്ഛൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു, ഹൃദയമിടിപ്പ് കൂടി. എന്ത് പറയണമെന്നറിയാതെ കണ്ണുകൾ നിറഞ്ഞു. എന്താ പ്രവീണി പറയുന്നത് എന്ന് ചോദിച്ച് പൂർത്തിയാക്കും മുന്നേ അവൻ ഫോൺ കട്ട് ചെയ്തു. ജനിച്ച അന്ന് മുതൽ ഏറെ ആഗ്രഹിച്ചു വളർത്തി പഠിപ്പിച്ച് നല്ലൊരു കുടുംബത്തിലേക്ക് അയക്കണം എന്ന് കരുതലോടെ അന്വേഷിച്ച് വിവാഹം കഴിപ്പിച്ചയച്ച മകൾ അവൾ സുഖമായി ജീവിക്കുകയാണ് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം നിന്റെ മകൾ മരിച്ചു കിടക്കുന്നു, വന്ന് ശവം എടുത്തുകൊണ്ട് പൊയ്ക്കോ എന്ന് കേൾക്കുന്നത്. ആ സമയത്ത് അച്ഛൻ്റെ അവസ്ഥ ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു. 23 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ പേര് ഭാഗ്യശ്രീ എന്നാണ്. പ്രകൃതി എന്നും ആളുകൾ വിളിക്കും. ആ ഭാഗ്യശ്രീക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു പെൺകുട്ടിയോട് കാട്ടിയ ഈ ദാരുണമായ അനീതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഭാഗ്യശ്രീ മഹാലിംഗപുരത്താണ് ജനിച്ചു വളർന്നത്. +2 വരെ പഠിച്ചു. മകൾക്ക് നല്ലൊരു ആലോചന വന്നപ്പോൾ അടുത്തുള്ള കലകിലി എന്ന ഗ്രാമത്തിലെ പ്രവീൺ എന്ന യുവാവിന്റെ വിവരങ്ങൾ ലഭിക്കുന്നു. ജാതക പൊരുത്തം വളരെ മികച്ചതായിരുന്നു. ഏത് ജ്യോത്സ്യനെ കാണിച്ചാലും പെർഫെക്റ്റ് മാച്ചാണ്, കാലാകാലം സന്തോഷത്തോടെ ജീവിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ നേരിട്ട് കാണും മുന്നേ കുടുംബത്തിന് പ്രവീണിനെ വളരെ ഇഷ്ടപ്പെട്ടു. പ്രവീൺ ഒരു ട്രക്ക് ഡ്രൈവറാണ് എന്ന കാര്യമാണ് ഏറെ ആശങ്ക. ട്രക്കുമായി പോയാൽ 3-4 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തൂ. എന്നാൽ ഞാൻ നാഷണൽ പെർമിറ്റുള്ള വലിയൊരു ട്രക്കുകൾ ഓടിക്കുന്ന ആളാണ്. പുറത്തു പോയാൽ 3 മുതൽ 4 വരെ ദിവസം എടുക്കും. പക്ഷെ നിങ്ങളുടെ മകളെ ഞാൻ സ്വന്തം കണ്ണുപോലെ നോക്കിക്കൊള്ളാമെന്ന് പ്രവീൺ ഉറപ്പ് നൽകി. ജ്യോത്സ്യരുടെ വാക്കും പ്രവീണിന്റെ ഉറപ്പും വിശ്വസിച്ച് തങ്ങളാൽ കഴിയുന്ന സ്ത്രീധനവും നൽകി 2020 അവർ വിവാഹം നടത്തി. വിവാഹശേഷം ഭാഗ്യശ്രീ മഹാലിംഗപുരത്ത് നിന്നും പ്രവീണിന്റെ കലകലിയിലുള്ള വീട്ടിലേക്ക് താമസം മാറി. പ്രവീണിന്റെ മാതാപിതാക്കൾ അതേ ഗ്രാമത്തിൽ മറ്റൊരു വീട്ടിലായിരുന്നു താമസം. തുടക്കത്തിൽ അവർ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയുമാണ് ജീവിച്ചത്. 3 വർഷങ്ങൾക്ക് ശേഷം ഭാഗ്യശ്രീ ഗർഭിണിയാവുകയും സന്തോഷത്തിന് മാറ്റുകൂട്ടാൻ ഒരു ആൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. കുഞ്ഞ് ജനിച്ചപ്പോൾ പ്രവീണിനും കുടുംബത്തിനും വലിയ സന്തോഷമായിരുന്നു. ഞങ്ങൾക്കൊരു അവകാശി പിറന്നു എന്ന് പറഞ്ഞ് എല്ലാവരും അത് ആഘോഷിച്ചു. എന്നാൽ ആ സന്തോഷകരമായ കുടുംബത്തിലേക്ക് പെട്ടെന്നാണ് വലിയൊരു ദുരന്തം കടന്നു വന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോയ ആ ജീവിതത്തിൽ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? ഭാഗ്യശ്രീക്ക് യഥാർത്ഥത്തിൽ എന്തു പറ്റി? അതിന് പിന്നിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ്? ദിവസങ്ങൾ കടന്നുപോയതോടെ ട്രക്ക് ഡ്രൈവിംഗ് ജോലിയുടെ ഭാഗമായി പ്രവീൺ ദിവസങ്ങളോളം പുറത്തുപോയി തുടങ്ങി. ഒരു വശത്ത് കൈക്കുഞ്ഞുമായി ഭാഗ്യശ്രീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാൻ തുടങ്ങി. എപ്പോഴും കുഞ്ഞു കൂടെ തന്നെയുണ്ട്. അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടുന്നില്ലല്ലോ എന്ന വിഷമം അവളെ അലട്ടി. ആ ഒരവസ്ഥയിൽ അവൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സജീവമാകാനും സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും തുടങ്ങി. ഇവിടെ 2 പേർക്കും ചില വീഴ്ചകൾ പറ്റിയിരുന്നു. ഒരച്ഛൻ എന്ന നിലയിൽ പ്രവീൺ കുടുംബം പുലർത്താൻ പണം സമ്പാദിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പക്ഷെ ആ കുഞ്ഞിൻ്റെ പരിചരണത്തിൽ പങ്കാളിയാകാൻ അവൻ ശ്രമിച്ചില്ല. ഒരമ്മ എന്ന നിലയിൽ ഭർത്താവ് കുടുംബത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതെന്ന് ചിന്തിക്കാതെ എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ലല്ലോ എന്ന ചിന്തയിൽ ഭാഗ്യശ്രീ സോഷ്യൽ മീഡിയയിലേക്ക് ശ്രദ്ധ മാറ്റുകയും ചെയ്തു. ഇങ്ങനെ 2 പേരും അവരവരുടെ വഴികളിൽ മാത്രം ശ്രദ്ധിച്ചതോടെ അവർക്കിടയിൽ വലിയൊരു സംശയം വേരുപിടിച്ചു. പ്രവീൺ ഭാഗ്യശ്രീയെ ഇടയ്ക്കിടെ സംശയിക്കാൻ തുടങ്ങി. മുൻപൊക്കെ 3-4 ദിവസം കഴിഞ്ഞ് പുറത്തുനിന്ന് വരുമ്പോൾ എപ്പോഴാ വീട്ടിൽ വരുന്നത് എന്ന് ചോദിച്ച് നിരന്തരം വിളിക്കാറുള്ള ഭാര്യ ഇപ്പോൾ വിളിക്കുന്നേയില്ല. പ്രവീൺ ഇങ്ങോട്ട് വിളിച്ചാലും കുഞ്ഞു കരയുകയാണ്, ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഫോൺ വയ്ക്കും. ഇത് പ്രവീണിനെ വലിയ രീതിയിൽ അസ്വസ്ഥനാക്കി. തനിച്ചിരുന്ന് കുഞ്ഞിനെ നോക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിക്കാൻ പ്രവീൺ തയ്യാറായില്ല.
ട്രക്ക് ഓടിക്കുന്നതിനിടയിൽ അവൻ മദ്യപാനം തുടങ്ങി. വണ്ടി നിർത്തിയിടുന്ന ഓരോ വിശ്രമ കേന്ദ്രങ്ങളിലും ഇരുന്ന് മദ്യപിച്ച് ഭാര്യയോടുള്ള സംശയം അവന്റെ മനസ്സിൽ വളർന്നു. ഒരാൾക്ക് സ്വന്തം ഭാര്യയോട് അതിരറ്റ സംശയം തോന്നിയാൽ അവന്റെ ചിന്തകൾക്ക് പിന്നെ കടിഞ്ഞാണില്ലാതെയാകും. യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പ്രവീൺ ചോദിക്കുന്ന ആദ്യ ചോദ്യം, നീ എന്താ എന്നെ വിളിക്കാത്തത്? ഇങ്ങനെയായിരുന്നു. തുടർന്ന് അവൾ അറിയാതെ ഫോൺ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. ഇത് ഭാഗ്യശ്രീക്ക് വലിയ ദേഷ്യവും അസ്വസ്ഥതയും ഉണ്ടാക്കി. എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കാതെ ഫോൺ പരിശോധിക്കാൻ മാത്രം നടക്കുന്നു. ഞാൻ ആരോടെങ്കിലും സംസാരിച്ചാൽ നിനക്കെന്താ? നീ എൻ്റെ കൂടെ സമയം ചിലവഴിക്കുന്നില്ലല്ലോ, ട്രക്കും കൊണ്ട് നടക്കുന്നില്ലേ, അപ്പോൾ ഞാൻ ആരോടെങ്കിലും സംസാരിക്കും എന്ന മട്ടിൽ അവളും തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇതോടെ കഴിഞ്ഞ 3 വർഷമായി അവർക്കിടയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഏകദേശം 6 മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം പ്രവീൺ ജോലി കഴിഞ്ഞ് വന്ന് ഭാഗ്യശ്രീയുടെ ഫോൺ വീണ്ടും എടുത്തു നോക്കി. മുൻപൊക്കെ തർക്കങ്ങൾ ഒഴിവാക്കാൻ ഭാഗ്യശ്രീ ഫോണിലെ മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. എന്നാൽ അന്ന് അവർ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫോൺ പരിശോധിച്ചപ്പോൾ അടുത്ത പ്രദേശത്തുള്ള ഒരു വ്യക്തിയുമായി ഭാഗ്യശ്രീ മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് പ്രവീൺ കണ്ടു. അവർ എന്താണ് സംസാരിച്ചതെന്നോ അവർ തമ്മിൽ എന്തെങ്കിലും തെറ്റായ ബന്ധമുണ്ടോ ഒന്നും അന്വേഷിക്കാൻ പ്രവീൺ മുതിർന്നില്ല. മദ്യലഹരിയിലായിരുന്ന അവൻ ആ മെസ്സേജുകൾ മുഴുവനും തൻ്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്തു. തുടർന്ന് എൻ്റെ ഭാര്യ എന്നെ വഞ്ചിക്കുകയാണ്, അവൾക്ക് വേറൊരു ബന്ധമുണ്ട് എന്നാരോപിച്ച് ഈ മെസ്സേജുകൾ ഭാഗ്യശ്രീയുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുത്തു. കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും മുന്നിൽ താൻ വലിയ രീതിയിൽ നാണം കെട്ടതായി ഭാഗ്യശ്രീക്ക് തോന്നി. ഇതോടെ അവർക്കിടയിൽ അതുവരെ ഇല്ലാത്ത വലിയൊരു വഴക്ക് പൊട്ടിപ്പുറപ്പെട്ടു. ഇത്രയും കാലം വീടിനുള്ളിൽ നടന്ന വഴക്ക് എന്തിനാണ് പുറത്തുള്ളവർക്ക് പാട്ടാക്കി കൊടുത്തത്? ഇങ്ങനെ ഭാഗ്യശ്രീ ദേഷ്യത്തോടെ ചോദിച്ചു. നീ വീട്ടിലിരിക്കാതെ പുറത്തിറങ്ങി നടന്നാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഇങ്ങനെയായിരുന്നു പ്രവീണിന്റെ മറുപടി. ഇങ്ങനെ ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ 6 മാസമായി വഴക്ക് കൂടുമ്പോഴൊക്കെ ഭാഗ്യശ്രീ സ്വന്തം വീട്ടിലേക്ക് പോകും. പിന്നാലെ പ്രവീൺ വന്ന് ഇനി ഞാൻ ഉപദ്രവിക്കില്ല, നന്നായി നോക്കിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകും. പക്ഷെ വീട്ടിലെത്തിയാൽ വീണ്ടും കുടിച്ചിട്ട് വന്ന് അവളെ മർദ്ദിക്കുന്നത് പതിവായി മാറി. ഭാഗ്യശ്രീക്ക് മറ്റൊരാളുമായി തെറ്റായ ബന്ധമുണ്ടായിരുന്നു എന്നതിൽ ആളുകൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോകളും വീഡിയോകളും പുറത്തു വന്നപ്പോൾ ഇവർ തമ്മിൽ ചാറ്റ് ചെയ്തതിൽ തെറ്റായ ഒന്നുമില്ലല്ലോ എന്ന് ചിലർ വാദിച്ചു. എന്നാൽ മറ്റു ചിലരാകട്ടെ, അവൾ എന്തിനാണ് ആവശ്യമില്ലാതെ മറ്റൊരു പുരുഷനോട് സംസാരിക്കുന്നത്? ഇത്രയും കണ്ടെത്തിയെങ്കിൽ ഇനി കണ്ടെത്താത്ത കാര്യങ്ങൾ വേറെ എത്ര കാണും എന്നും സംശയിച്ചു. എന്തൊക്കെയായാലും ഈ സംശയങ്ങളും വഴക്കുകളും കാരണം ഭാഗ്യശ്രീയും പ്രവീണും ഒരുപോലെ അസ്വസ്ഥരായിരുന്നു. ഒടുവിൽ ഇതിനൊരു തീരുമാനമാകുന്നത് ജൂലൈ 27-നാണ്. 1 മാസം മുൻപ് ഭർത്താവിന്റെ ക്രൂരമായ മർദ്ദനം സഹിക്കാൻ വയ്യാതെ 3 വയസ്സുള്ള മകനെയും കൂട്ടി ഭാഗ്യശ്രീ സ്വന്തം വീട്ടിലേക്ക് പോയി. സാധാരണ 1-2 ദിവസം കഴിയുമ്പോൾ പ്രവീൺ വന്ന് മാപ്പ് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകാറാണ് പതിവ്. എന്നാൽ ഇത്തവണ 1 മാസമായിട്ടും അവൻ വന്നതുമില്ല, അവൾ തിരികെ പോയതുമില്ല. മകളുടെ ഭാവിയോർത്ത് ഭാഗ്യശ്രീയുടെ മാതാപിതാക്കൾ വലിയ ആശങ്കയിലായി. നമ്മുടെ മകൾ ഇവിടെ തന്നെ ഒതുങ്ങിപ്പോകുമോ? നാട്ടുകാരെന്ത് പറയും? ഭർത്താവിൻ്റെ കൂടെ അയക്കാൻ പറ്റിയില്ലെങ്കിൽ അവളുടെ ജീവിതം എന്താകുമെന്നോർത്ത് അവർ പ്രാർത്ഥനയോടെ കഴിച്ചുകൂട്ടി. ഒടുവിൽ 1 മാസത്തിന് ശേഷം പ്രവീൺ അവരുടെ വീട്ടിലെത്തി. ഭാഗ്യശ്രീയുടെ അച്ഛനോട് അവൻ പറഞ്ഞു, മാമ, ഇത്തവണ മകളെ എൻ്റെ കൂടെ അയക്കൂ, ഞാൻ അവളെ നന്നായി നോക്കിക്കൊള്ളാം. എന്നാൽ മുൻപും പലതവണ അവൻ ഇതുപോലെ വന്ന് വാക്ക് പറഞ്ഞിട്ട് വീണ്ടും ഉപദ്രവിച്ചിട്ടുള്ളതിനാൽ അച്ഛന് അവന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. തുടർന്ന് പ്രവീൺ ഗ്രാമത്തിലെ ചില മുതിർന്ന ആളുകളെയും നാട്ടുകൂട്ടത്തെയും പഞ്ചായത്തിനെയും ഇടപെടുത്തി പ്രശ്നം ചർച്ച ചെയ്യാൻ തുടങ്ങി. ആ നാട്ടുകൂട്ടത്തിന് മുന്നിൽ പ്രവീൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഒരു സ്ത്രീ എപ്പോഴും ഭർത്താവിൻ്റെ കൂടെയല്ലേ ജീവിക്കേണ്ടത്? അവളുടെ ഫോണിലെ മെസ്സേജുകൾ നിങ്ങൾ കണ്ടോ? ഞാൻ അധ്വാനിക്കാൻ പോകുമ്പോൾ അവൾ വേറെ ആരൊക്കെയായി സംസാരിക്കുന്നു. തെറ്റ് അവളുടെ ഭാഗത്താണ്, എങ്കിലും ഞാൻ ക്ഷമിച്ച് അവളെ കൂടെ കൂട്ടാൻ തയ്യാറാണ്. എന്തൊക്കെയായാലും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ അവൾ, അതുകൊണ്ട് അവളെ സമാധാനിപ്പിച്ച് എൻ്റെ കൂടെ അയക്കണം. ഇത് കേട്ട നാട്ടുകാർ എന്താണ് ചെയ്തെന്നറിയണ്ടേ? മോളെ, നീ പ്രവീണിൻ്റെ കൂടെ പോയി നല്ല രീതിയിൽ ജീവിക്ക്, നിനക്ക് വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭാഗ്യശ്രീയെ നിർബന്ധിച്ച് അവൻ്റെ കൂടെ പറഞ്ഞയച്ചു. എന്നാൽ ഈ അവസരത്തിൽ ഭാഗ്യശ്രീ ഒരു ബുദ്ധിപരമായ തീരുമാനമെടുത്തു. ഞാൻ തനിയെ അവൻ്റെ കൂടെ പോയിക്കൊള്ളാം, പക്ഷെ എൻ്റെ മകൻ ഇവിടെ നിൽക്കട്ടെ എന്നവൾ പറഞ്ഞു. അവിടെ എന്തെങ്കിലും അനിഷ്ടം സംഭവിച്ചാലും സ്വന്തം കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്ന അമ്മയുടെ കരുതൽ അവിടെ ഉണ്ടായിരുന്നു. അച്ഛാ, കുഞ്ഞിവിടെ നിൽക്കട്ടെ, അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പായാൽ ഞാൻ വന്ന് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞ് ഭാഗ്യശ്രീ പ്രവീണിനൊപ്പം കലകലിയിലുള്ള വീട്ടിലേക്ക് തിരിച്ചുപോയി. ജൂലൈ 27-ന് ഉച്ചയ്ക്ക് 1 മണിയോടെ അവർ വീട്ടിലെത്തിയത്.
വീട്ടിലെത്തിയ ഉടൻ പ്രവീൺ തൻ്റെ ട്രക്കിൽ നിന്ന് വസ്ത്രങ്ങളിൽ പൊതിഞ്ഞ ചില വലിയ സാധനങ്ങൾ, ഇരുമ്പ് വടികൾ പോലുള്ള വസ്തുക്കൾ എടുത്ത് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് വീടിൻ്റെ വാതിലടച്ച് ഉള്ളിൽ നിന്നും പൂട്ടി. അയൽവാസികൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എപ്പോഴും വഴക്കിട്ടിറങ്ങിപ്പോയാൽ 5 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുന്ന ഭാഗ്യശ്രീ ഇത്തവണ 1 മാസം കഴിഞ്ഞാണല്ലോ വന്നത് എന്ന് തമാശ രൂപേണ സംസാരിച്ച അയൽക്കാർക്ക് ആ നിമിഷങ്ങൾക്ക് ശേഷം ഭാഗ്യശ്രീയെ തങ്ങൾ ജീവനോടെ കാണില്ല എന്ന് അറിയില്ലായിരുന്നു. കഥ കടച്ചതിന് പിന്നാലെ പ്രവീണും ഭാഗ്യശ്രീയും തമ്മിൽ വലിയ വഴക്കുണ്ടാക്കുന്ന ശബ്ദമാണ് അയൽവാസികൾ കേട്ടത്. അവളുമായി ജീവിക്കാനല്ല, പകരം എന്തോ അത്യാഹിതം പ്രവർത്തിക്കാനായിരുന്നു അവൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. അന്ന് വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയപ്പോഴാണ് പ്രവീൺ ഭാഗ്യശ്രീയുടെ അച്ഛനെ ഫോണിൽ വിളിക്കുന്നത്. നിന്റെ മകൾ ഇവിടെ മരിച്ചു കിടപ്പുണ്ട്, വന്ന് ശവം എടുത്തുകൊണ്ട് പൊക്കോ എന്ന് അലറി പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ആ ഫോൺ കോൾ കട്ടായി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അച്ഛൻ്റെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ മെസ്സേജ് എത്തി. വെറും 30 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ഭീകരമായ വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോ തുറന്നു കണ്ട അച്ഛൻ അനുഭവിച്ച വേദന വിവരിക്കാൻ കഴിയില്ല. സ്വന്തം മകൾ ജീവന് വേണ്ടി പിടയുന്ന അവസാന നിമിഷങ്ങളാണ് അദ്ദേഹം ആ വീഡിയോയിൽ കണ്ടത്. ശ്വാസമെടുക്കാൻ കഴിയാതെ, സംസാരിക്കാൻ പോലും പറ്റാതെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് യാചിക്കുന്ന മകളുടെ ദാരുണമായ അവസാനത്തെ അവസ്ഥ അച്ഛൻ കണ്ണീരോടെ കണ്ടു. മകളെ നഷ്ടപ്പെട്ട വേദനയ്ക്കൊപ്പം അവൾ മരണത്തോട് പോരാടുന്ന ആ അവസാന നിമിഷങ്ങൾ കൂടി കാണേണ്ടി വന്ന അച്ഛൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം ക്രൂരമായ മനസ്സായിരിക്കും ആ പ്രവീണിനുണ്ടായിരുന്നത്. താൻ ചെയ്ത ദാരുണ കൃത്യത്തിൻ്റെ വീഡിയോ ആ അച്ഛന് മാത്രമല്ല, അടുത്തുള്ള അയൽവാസികൾക്കും മറ്റു പലർക്കും അവൻ അയച്ചു കൊടുത്തിരുന്നു. ആ വീഡിയോ കണ്ടപ്പോഴാണ് ഭാഗ്യശ്രീ ഇനി നമുക്കിടയിൽ ഇല്ല എന്ന കാര്യം എല്ലാവരും അറിയുന്നത്. മുറിയിൽ നിന്ന് വലിയ ശബ്ദത്തിലുണ്ടായിരുന്ന വഴക്ക് പെട്ടെന്ന് നിലച്ചപ്പോൾ പ്രശ്നം തീർന്നുവെന്നാണ് അയൽക്കാർ കരുതിയത്. എന്നാൽ ഭാഗ്യശ്രീയുടെ മരണം കൊണ്ടാണ് ആ ബഹളം അവസാനിച്ചത് എന്ന് അവർ അറിഞ്ഞത് പിന്നീടാണ്. വിവരമറിഞ്ഞ ചിലർ ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. അരമണിക്കൂറിനുള്ളിൽ ഫോറൻസിക് ടീമും പോലീസും സ്ഥലത്തെത്തി. വീട്ടിലെത്തിയ പോലീസുകാർ കണ്ടത് ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു. വീടിൻ്റെ ഉമ്മറത്ത് 2 ഫോണുകളുമായി യാതൊരു ഭയവുമില്ലാതിരിക്കുന്ന പ്രവീൺ. ശരീരമാസകലം വിയർത്തൊലിച്ചിരുന്നെങ്കിലും പോലീസുകാരെ കണ്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവൻ ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 ഫോണുകളും പിടിച്ചെടുത്തു. കേസിൽ നിർണായക തെളിവാകും എന്നതിനാൽ ഫോറൻസിക് ടീം അത് സുരക്ഷിതമായി കവറിലാക്കി സൂക്ഷിച്ചു. എന്താണ് സംഭവിച്ചത്? നിന്റെ ഭാര്യ എവിടെ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അവൾ മുറിക്കുള്ളിൽ ആത്മഹത്യ ചെയ്തു സർ, കതക് അകത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ് സർ എന്നാണ് യാതൊരു മടിയുമില്ലാതെ പ്രവീൺ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചില്ല. മുറിയുടെ വാതിൽ അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. പക്ഷേ വാതിൽ തല്ലി പൊളിക്കേണ്ട ആവശ്യം പോലീസിന് വന്നില്ല. തൊട്ടടുത്തൊരു ജനലുണ്ടായിരുന്നു. ആ ജനലിലൂടെ കൈയിട്ടാൽ ആർക്കും വാതിലിൻ്റെ താഴെ എളുപ്പത്തിൽ ഇടാനും തുറക്കാനും സാധിക്കുമായിരുന്നു. പ്രവീൺ ഇതേ വഴി തന്നെയാണ് ഉപയോഗിച്ചതെന്ന് പോലീസിന് ഉടൻ മനസ്സിലായി. കതക് തുറന്ന് പോലീസും ഫോറൻസിക് സംഘവും ഉള്ളിൽ കടന്നപ്പോൾ കണ്ടത് മേൽക്കൂരയിലെ ആണിയിൽ നിന്ന് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു നൈലോൺ കയറാണ്. താഴെ കഴുത്തിൽ കയർ കുരുങ്ങിയ നിലയിൽ ഭാഗ്യശ്രീയുടെ മൃതദേഹവും. പ്രവീൺ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരുന്നത് അവൾ സ്വയം ജീവനൊടുക്കിയതാണ് എന്നാണ്. 6 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമാണ് ഈ ദുരന്തം. ഇതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കേണ്ടത് പോലീസിന്റെ വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു. തെളിവുകൾ ശേഖരിക്കലായിരുന്നു അവരുടെ ആദ്യ മുൻഗണന. മുറി പരിശോധിച്ച ഫോറൻസിക് ടീമിന്റെ കണ്ണിൽ ആദ്യം ഉടക്കിയത് താഴെ മറിഞ്ഞു കിടക്കുന്ന ഒരു പ്ലാസ്റ്റിക് സ്റ്റൂളാണ്. ഭാഗ്യശ്രീ ആ സ്റ്റൂളിൽ കയറി നിന്ന് കയറ് കെട്ടി ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രവീൺ അവകാശപ്പെട്ടത്. എന്നാൽ ഭാഗ്യശ്രീയുടെ ഉയരവും പ്ലാസ്റ്റിക് സ്റ്റൂളിന്റെ ഉയരവും വെച്ച് അളന്നു നോക്കിയപ്പോൾ ആ സ്റ്റൂളിൽ കയറി നിന്നാൽ പോലും മേലെയുള്ള ആണിയിൽ കയറ് കെട്ടാൻ കഴിയില്ല എന്ന് പോലീസിന് വ്യക്തമായി. ആരോ മനഃപൂർവ്വം സ്റ്റൂൾ അവിടെ മറിച്ചിട്ടതാണ്. ഇത് ആത്മഹത്യയല്ല, കൃത്യമായ കൊലപാതകമാണെന്നും പോലീസിന് ആദ്യ തെളിവ് ലഭിച്ചു. പക്ഷേ കൊലപാതകം പ്രവീൺ തന്നെയാണോ ചെയ്തത് എന്ന് കോടതിയിൽ തെളിയിക്കാൻ കൂടുതൽ വ്യക്തമായ തെളിവുകൾ ആവശ്യമായിരുന്നു. അതിനായുള്ള തിരച്ചിലിൽ ഫോറൻസിക് സംഘത്തിന് മുറിയിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചു. ഭാഗ്യശ്രീ എഴുതിയത് എന്ന പേരിൽ തയ്യാറാക്കിയ ഒരു ആത്മഹത്യാ കുറിപ്പായിരുന്നു അത്. ഞാൻ സ്വയം ജീവനൊടുക്കുകയാണ്. ഇയാളുമായുള്ള വഴക്ക് കാരണം എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. സ്വന്തം വീട്ടിലേക്ക് പോയാൽ അവിടെയുള്ളവർ ഇങ്ങോട്ടേക്ക് തിരിച്ചയക്കുന്നു. ഇവിടെ വന്നാൽ ഇയാൾ എന്നെ ക്രൂരമായി തല്ലുന്നു. ഇങ്ങനെ ആ കത്തിൽ എഴുതിയിരുന്നു. വീണ്ടും ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. പക്ഷേ എൻ്റെ 3 വയസ്സുള്ള മകൻ സന്തോഷത്തോടിരിക്കട്ടെ. അവനെ എൻ്റെ അച്ഛനെയും അമ്മയെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. നന്നായി നോക്കണം. അവന് ലഭിക്കേണ്ട സ്വത്തുക്കളെല്ലാം കൃത്യമായി ലഭിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും ആ കത്തിൽ എഴുതിയിരുന്നു.
ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ കേസ് തികച്ചും കെട്ടിച്ചമച്ചതാണെന്നും ഇതൊരു കൊലപാതകമാണെന്നും വ്യക്തമായിരുന്നു. എന്നാൽ ഈ കത്ത് ഭാഗ്യശ്രീ തന്നെ എഴുതിയതാണോ അതോ മറ്റാരെങ്കിലും എഴുതിയതാണോ എന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി. അവർ ഭാഗ്യശ്രീയുടെ വീട്ടിലെത്തി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അവർ എഴുതിയ നോട്ടുകൾ ശേഖരിച്ച് കൈയക്ഷരം ഒത്തുനോക്കി. എന്നാൽ ആ കത്തിലെ എഴുത്ത് ഭാഗ്യശ്രീയുടെ കൈയക്ഷരവുമായി യാതൊരു ബന്ധവുമില്ലാത്തതായിരുന്നു. സാധാരണയായി വർഷങ്ങൾ കഴിയുമ്പോൾ ആളുകളുടെ കൈയക്ഷരത്തിൽ മാറ്റം വരാം. എന്നാൽ ഫോറൻസിക് ടീം അന്വേഷണം കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയി. അവർ പ്രവീണിന്റെ ട്രക്ക് വിശദമായി പരിശോധിക്കാൻ തുടങ്ങി. ട്രക്കിൽ നിന്ന് ഒരു ഡയറി പോലീസിന് ലഭിച്ചു. എന്നും ട്രക്കുമായി പോകുന്ന വഴികളും വിവരങ്ങളും അവൻ കുറിച്ചു വയ്ക്കാറുള്ള ഡയറിയായിരുന്നു അത്. ആ ഡയറിയിലെ പ്രവീണിന്റെ കൈയക്ഷരവും ആ കത്തിലെ കൈയക്ഷരവും പരിശോധിച്ചപ്പോൾ രണ്ടും ഒന്നാണെന്ന് തെളിഞ്ഞു. മാത്രമല്ല, ഡയറിയിലെ ഒരു പേജ് കീറിയെടുത്ത നിലയിലായിരുന്നു. ആ പേജിലാണ് പ്രവീൺ ധൃതി പിടിച്ച് ആ കത്ത് എഴുതി വെച്ചത്. ഇതോടെ കത്തെഴുതി നാടകം കളിച്ചത് പ്രവീൺ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു. കൊലപാതകത്തിനു ശേഷം സാധാരണയായി പ്രതികൾ നാട് വിടുകയാണ് പതിവ്. എന്നാൽ ഇയാൾ യാതൊരു ഭയവുമില്ലാതെ വീടിന്റെ ഉമ്മറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. കയ്യിലുള്ള 2 ഫോണുകൾ അവൻ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് പോലീസ് ചോദിച്ചപ്പോൾ, എനിക്ക് പേടിയും പരിഭ്രമവും തോന്നി സാർ. പോലീസിനെയും ആംബുലൻസിനെയും വിളിക്കണോ അതോ ഡോക്ടറെ വിളിക്കണോ എന്ന് പേടിച്ച് നിൽക്കുകയായിരുന്നു എന്നായിരുന്നു അവന്റെ മറുപടി. എന്നാൽ സൈബർ സെക്യൂരിറ്റി ടീം ഫോൺ വിശദമായി പരിശോധിച്ചപ്പോൾ കണ്ടത് മറിച്ചൊരു കാര്യമാണ്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഭാഗ്യശ്രീ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുന്ന ആ 30 സെക്കൻഡ് വീഡിയോ അവൻ അയൽക്കാർക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, ഭാഗ്യശ്രീക്ക് ബന്ധമുണ്ടെന്ന് പ്രവീൺ ആരോപിച്ച ആ വ്യക്തിക്കും ഈ വീഡിയോ അയച്ചു കൊടുത്തിരുന്നു. കണ്ടോടാ, ഞാൻ എന്താണ് ചെയ്തതെന്ന് നീ കണ്ടോ എന്ന സന്ദേശത്തോടെയായിരുന്നു ആ വീഡിയോ അയച്ചത്. ഇതിനു പുറമെ അവൻ ഫോണിലെ ചില ആപ്ലിക്കേഷനുകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കൊല്ലപ്പെട്ട ഭാര്യയുടെ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും സ്വന്തം ഫോണിലെ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തത് എന്തിനാണെന്ന കാര്യത്തിൽ പോലീസിന് വലിയ സംശയമുണ്ടായി. എന്നാൽ കോടതിയിൽ കേസ് തെളിയിക്കാൻ കൂടുതൽ ശക്തമായ തെളിവുകൾ ആവശ്യമായിരുന്നു. വാതിൽ അകത്ത് നിന്ന് താഴിട്ടിരുന്നുവെന്നതും കത്ത് പ്രവീൺ എഴുതിയതാണെന്നതും കൊലപാതകത്തിന് നേരിട്ടുള്ള തെളിവുകളാകാൻ പ്രതിഭാഗം വക്കീലന്മാർ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനകളുമാണ് കേസിൽ വലിയ വഴിത്തിരിവായി മാറിയത്. ഒരാൾ സ്വയം തൂങ്ങി മരിക്കുമ്പോൾ കഴുത്തിലുണ്ടാകുന്ന പാട് ഇംഗ്ലീഷ് അക്ഷരമായ V ആകൃതിയിലായിരിക്കും. കാരണം ശരീരം താഴേക്ക് തൂങ്ങുമ്പോൾ കയർ മുകളിലേക്ക് വലിഞ്ഞു നിൽക്കും. എന്നാൽ ഭാഗ്യശ്രീയുടെ കഴുത്തിലുണ്ടായിരുന്നത് നേരെ വട്ടത്തിലുള്ള സമാന്തരമായ പാടുകളായിരുന്നു. ആരോ ഒരാൾ പിന്നിൽ നിന്ന് കയറുകൊണ്ട് കഴുത്ത് മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നതാണെന്ന് ഈ തെളിവിലൂടെ വ്യക്തമായി. താൻ ചെയ്ത ക്രൂരത മറച്ചുവെക്കാൻ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ പ്രവീൺ ശ്രമിച്ചെങ്കിലും ഫോറൻസിക് ശാസ്ത്രത്തിന്റെയും പോലീസിന്റെയും കൃത്യമായ അന്വേഷണത്തിന് മുന്നിൽ അവന്റെ എല്ലാ നാടകങ്ങളും പൊളിഞ്ഞു വീണു. സ്വന്തം മകളെ നഷ്ടപ്പെട്ട ആ പാവം അച്ഛനും കുടുംബത്തിനും നീതി ലഭിക്കാൻ ഈ തെളിവുകൾ നിർണായകമായി മാറി. അങ്ങനെ ആ നൈലോൺ കയർ ഉപയോഗിച്ച് ആരോ വലിച്ചു മുറുക്കിയാണ് കൊലപാതകം നടത്തിയത് എന്ന് ഫോറൻസിക് ടീം വ്യക്തമായി കണ്ടെത്തി. എന്നാൽ കൊലപാതകം നടന്നു എന്ന് തെളിഞ്ഞെങ്കിലും ഇത് ചെയ്തത് പ്രവീൺ തന്നെയാണ് എന്നതിന് കൂടുതൽ ശക്തമായ തെളിവുകൾ പോലീസിന് ആവശ്യമായിരുന്നു. ഒരു നൈലോൺ കയറായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വിരലടയാളങ്ങൾ കണ്ടെടുക്കുക അത്ര എളുപ്പമായിരുന്നില്ല. തുടർന്ന് പോലീസ് അയൽവാസികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുൻപ് പ്രവീൺ തന്റെ ട്രക്കിൽ നിന്ന് വസ്ത്രത്തിൽ പൊതിഞ്ഞ് ചില ഇരുമ്പ് വടികൾ ഉള്ളിലേക്ക് കൊണ്ടുപോയിരുന്നുവെന്ന് അയൽക്കാർ പോലീസിനോട് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീട് മുഴുവൻ വിശദമായി പരിശോധിച്ച പോലീസിന് ഒരു ഇരുമ്പ് വടിയും തടിക്കഷ്ണവും കിട്ടി. പരിശോധനയിൽ ഈ 2 വസ്തുക്കളിലും ഭാഗ്യശ്രീയുടെ രക്തക്കറയും ശരീരത്തിലെ കോശങ്ങളും പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടെത്തി. അതിനർത്ഥം ഇവ രണ്ടും ഉപയോഗിച്ച് പ്രവീൺ അവളെ ദാരുണമായി ആക്രമിച്ചു എന്ന് തന്നെയാണ്. കൂടാതെ മുറിയിൽ കിടന്നിരുന്ന മൃതദേഹത്തിൽ പുതിയ ഒട്ടനവധി മുറിവുകളും രക്തം വാർന്ന പാടുകളും ഉണ്ടായിരുന്നു. ആദ്യമേ തന്നെ അവളെ ക്രൂരമായി മർദ്ദിച്ച് ശാരീരികമായി ഉപദ്രവിച്ച ശേഷമാണ് അവൻ ഈ നാടകങ്ങളെല്ലാം കളിച്ചതെന്ന് വ്യക്തമായി. തലയിലും കൈകാലുകളിലും വയറ്റിലുമെല്ലാം ഇരുമ്പ് വടി കൊണ്ടടിച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. തടിക്കഷ്ണത്തിൽ ട്രക്കുകളിൽ ഉപയോഗിക്കുന്ന തരം ഗ്രീസ് ഓയിൽ പുരണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പോലും ഭാഗ്യശ്രീയുടെ ശരീരകോശങ്ങൾ പറ്റിപ്പിടിച്ചിരുന്നു. ആ തടിക്കഷ്ണം ഉപയോഗിച്ച് എത്ര ക്രൂരമായാണ് അവൻ അവളെ ഉപദ്രവിച്ചത് എന്ന് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അതിനിടയിൽ പ്രവീണിനെ ചോദ്യം ചെയ്തപ്പോൾ അവന്റെ കഴുത്തിലും മുതുകിലും കൈകളിലും നഖം കൊണ്ട് പോറലേറ്റ പാടുകൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ മുറിവുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ സ്വയം ഇരയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം ഭാഗ്യശ്രീ ചെയ്തതാണ് സർ. അവൾക്ക് എന്നോട് ദേഷ്യം വന്നാൽ മൃഗത്തെ പോലെ പെരുമാറും. എന്നെ ഉപദ്രവിച്ച് ശരീരം മുഴുവനും വരഞ്ഞു കീറിയ ശേഷമാണ് അവൾ മുറിക്കുള്ളിൽ കയറി കഥ കടച്ചത്. അവൾ സ്വയം പോയി. പക്ഷെ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുടുങ്ങി നിൽക്കുന്നു.
എന്നാൽ ഫോറൻസിക് ടീം കൃത്യമായി മറ്റൊരു തെളിവ് കൂടി പുറത്തു കൊണ്ടുവന്നു. പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് തന്നെ ഭാഗ്യശ്രീയുടെ നഖങ്ങൾക്കുള്ളിലെ കോശങ്ങൾ ഫോറൻസിക് ടീം ശേഖരിച്ചിരുന്നു. അത് പരിശോധിച്ചപ്പോൾ ഭാഗ്യശ്രീയുടെ നഖത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് പ്രവീണിന്റെ ശരീരത്തിലെ കോശങ്ങളാണെന്ന് തെളിഞ്ഞു. തനിക്ക് 3 വയസ്സുള്ളൊരു മകനുണ്ടെന്നും തനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് അവന്റെ ക്രൂരമായ ആക്രമണത്തിൽ നിന്നും സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഒരമ്മ നടത്തിയ അവസാനത്തെ ജീവൻ മരണ പോരാട്ടമായിരുന്നു അത്. അവൻ തനിക്കെതിരെ ചെയ്ത ആക്രമണം തടയാൻ ശ്രമിക്കുമ്പോഴാണ് അവന്റെ കഴുത്തിലും മുതുകിലും അവൾ നഖങ്ങൾ കൊണ്ട് ആഞ്ഞു പോറിയത്. ഇതോടെ പ്രവീണിന്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു. സാധാരണയായി ഒരാൾ തൂങ്ങി മരിക്കുമ്പോൾ കഴുത്തിലെ ഒരു പ്രത്യേക അസ്ഥിയാണ് പൊട്ടാറുള്ളത്. എന്നാൽ ഭാഗ്യശ്രീയുടെ കാര്യത്തിൽ ആ അസ്ഥിയല്ല പൊട്ടിയിരുന്നത്, മറിച്ച് കഴുത്തിന് കുറുകെ ഹൊറിസോണ്ടലായി ആരെങ്കിലും കയറിട്ട് ആഞ്ഞു വലിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ആഘാതത്തിൽ ഒരു അസ്ഥി പൊട്ടും. അത് മാത്രമാണ് പൊട്ടിയിരുന്നത്. ഇതോടെ ഇത് കേവലം ഒരു കൊലപാതകമല്ല, മൃഗീയമായ പീഡനത്തിന് ശേഷം നടത്തിയ ഫസ്റ്റ് ഡിഗ്രി കൊലപാതകമാണെന്ന് ഫോറൻസിക് ടീമും ഡോക്ടറും ഉറപ്പിച്ചു. പോലീസും ഫോറൻസിക് ടീമും ശേഖരിച്ച തെളിവുകൾ കൊലപാതകം തെളിയിക്കാൻ പര്യാപ്തമായിരുന്നെങ്കിലും പ്രവീൺ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് തെളിയിക്കാൻ ഇതിലും വലിയ ശക്തമായ തെളിവ് പോലീസിന് ലഭിച്ചു. ഭാഗ്യശ്രീ മരിക്കുന്നതിന്റെ അവസാനത്തെ ആ 15 സെക്കൻഡുകൾ അവൻ പലർക്കും വീഡിയോ ആയി അയച്ചു കൊടുത്തല്ലോ. ആ വീഡിയോ സൈബർ സെക്യൂരിറ്റി ടീം സാങ്കേതികമായി വിശകലനം ചെയ്തു. ആ വീഡിയോ അവൻ ഒറ്റ കയ്യിൽ ഫോൺ പിടിച്ചെടുത്തതല്ല എന്ന് വ്യക്തമായി. ഒരു ട്രൈപോഡ് സ്റ്റാൻഡിൽ ഫോൺ ഉറപ്പിച്ചു വെച്ച ശേഷമാണ് അവൻ അത് ചിത്രീകരിച്ചത്. കാരണം ഒരു വശത്ത് ഫോൺ റെക്കോർഡ് ചെയ്യുമ്പോൾ മറുവശത്ത് സീലിംഗിലെ കുക്കിലൂടെ കയറിട്ട് ഭാഗ്യശ്രീയെ മുകളിലേക്ക് ആഞ്ഞു വലിക്കണമായിരുന്നു. ഈ ദൃശ്യങ്ങൾ വീഡിയോയിൽ വ്യക്തമായിരുന്നു. അതിലും പ്രധാനം, ആ വീഡിയോയിൽ ഭാഗ്യശ്രീക്ക് പിന്നിലായി കയർ ആഞ്ഞു വിളിക്കുന്ന പ്രവീണിന്റെ നിഴലുണ്ടായിരുന്നു. അതും വ്യക്തമായി. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് പോലീസിന് വേണ്ടത്? ഭാഗ്യശ്രീയെ ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കി ബോധം കെടുത്തിയ ശേഷം കയറിൽ കെട്ടി തൂക്കിലേറ്റുകയായിരുന്നുവെന്ന് ഈ ഒരൊറ്റ തെളിവിലൂടെ നിസ്സംശയം തെളിഞ്ഞു. ഈ തെളിവുകളെല്ലാം നിരത്തി പോലീസും അന്വേഷണ സംഘവും മുന്നിൽ നിന്നപ്പോൾ ഇത്രയും നാൾ അഭിനയിച്ച പ്രവീണിന് മറുപടിയില്ലായിരുന്നു. അവൻ പേടിച്ചരണ്ട് താൻ ചെയ്ത കുറ്റങ്ങൾ ഓരോന്നായി പോലീസിന് മുന്നിൽ ഏറ്റുപറയാൻ തുടങ്ങി. സംശയവും ക്രൂരതയും ഒരു മനുഷ്യനെ എത്രത്തോളം മൃഗമാക്കുമെന്നും ഒടുവിൽ നിയമത്തിന് മുന്നിൽ അതെങ്ങനെ പൊളിഞ്ഞു വീഴും എന്നുള്ളതിന്റെ വ്യക്തമായൊരു ഉദാഹരണമായിരുന്നു ഇത്. ഇതൊരു പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്ത അബദ്ധമല്ല, മറിച്ച് മുൻകൂട്ടി കൃത്യമായി പദ്ധതിയിട്ട് ചെയ്ത ക്രൂരമായ കൊലപാതകമാണെന്ന് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ദേഷ്യം കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന കൊലപാതകങ്ങൾക്ക് ശിക്ഷയിൽ ഇളവ് ലഭിച്ചേക്കാം. എന്നാൽ ഇത്തരത്തിൽ പ്ലാൻ ചെയ്ത് നടത്തുന്ന 1-ാം ഡിഗ്രി കൊലപാതകങ്ങൾക്ക് യാതൊരു ഇളവും ലഭിക്കില്ല. ശിക്ഷ കുറയ്ക്കാൻ വേണ്ടി പ്രവീൺ പോലീസിന് മുന്നിൽ നാടകങ്ങൾ കളിച്ചെങ്കിലും പോലീസിന്റെ പക്കൽ അവൻ പ്ലാൻ ചെയ്താണ് ഇത് ചെയ്തതെന്ന് തെളിയിക്കുന്ന വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നു. 1. ഉച്ചയ്ക്ക് 3 മണിയോടെ തന്നെ അവൻ വീടിനുള്ളിലേക്ക് കയറിയിരുന്നു. എന്നാൽ വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റോടെയാണ് ഭാഗ്യശ്രീ മരിക്കുന്നത്. മരിച്ചതിന് ശേഷമാണ് അവൻ ചിത്രങ്ങളും വീഡിയോകളും മറ്റുള്ളവർക്ക് അയച്ചു നൽകിയത്. അതായത് ഏകദേശം 2.5 മണിക്കൂറോളം അവൾ ആ മുറിയിൽ ജീവന് വേണ്ടി പിടയുകയായിരുന്നു. ഇത് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ചെയ്തതല്ല എന്ന് വ്യക്തം. 2. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അവൻ ട്രക്കിൽ നിന്ന് ഒരു വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഇരുമ്പ് വടിയും തടിക്കഷ്ണവും കരുതിയിരുന്നു. അതായത് ഭാഗ്യശ്രീയെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് തന്നെ കൊലപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ മാത്രമായിരുന്നു. അതിനായി രാവിലെ തന്നെ അവൻ മദ്യപിച്ചിരുന്നു. 3. ഭാഗ്യശ്രീ അയൽപ്പക്കത്തെ ആരോടോ സംസാരിച്ചതിന്റെ പേരിൽ ദേഷ്യത്തിലായിരുന്ന അവൻ അയാൾക്ക് അയച്ച മെസ്സേജിൽ കണ്ടോടാ ഞാൻ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞ് വീഡിയോ അയച്ചു നൽകിയിരുന്നു. 4. ഇവൾക്ക് എന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ വേറെ ആരുടെ കൂടെയും ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പ്രവീൺ തങ്ങളോട് പറഞ്ഞതായി നാട്ടിലെ പ്രമുഖർ പോലീസിന് മൊഴി നൽകി. അതായത് തനിക്ക് കിട്ടിയില്ലെങ്കിൽ അവളെ ഇല്ലാതാക്കുക എന്ന ഭ്രാന്തമായ ചിന്തയിലായിരുന്നു അവൻ. 5. തൻ്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്ത വാട്സപ്പ് മെസ്സേജുകൾ റിക്കവർ ചെയ്തപ്പോൾ അളിയ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം അവസാനിപ്പിച്ചു എന്ന് അവൻ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ചതായി കണ്ടെത്തി. മദ്യപാനത്തിനിടയിൽ അവൻ കൊലപാതകത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്ന് ഒടുവിൽ സൗജന്യ മദ്യത്തിനു വേണ്ടി കൂടെ നടന്ന സുഹൃത്തുക്കളും പോലീസിന് മുന്നിൽ സമ്മതിച്ചു. SP-യുടെയും ലീഡ് ഡിറ്റക്റ്റീവിന്റെയും നേതൃത്വത്തിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രധാന തെളിവുകൾ ഇവയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിലെ ആ ഹൊറിസോണ്ടലായി അസ്ഥി പൊട്ടിയതും ക്രൂരമായി മർദ്ദനമേറ്റതിന്റെ പാടുകളും കൊലപാതകമാണെന്ന് തെളിയിച്ചു. ട്രൈപോഡിൽ ഫോൺ വെച്ചെടുത്ത വീഡിയോയുടെ മിറർ ഇമേജ് അനലൈസ് ചെയ്തപ്പോൾ കയർ ആഞ്ഞു വലിക്കുന്ന പ്രവീണിന്റെ നിഴൽ വ്യക്തമായി കണ്ടു. സുഹൃത്തുക്കൾക്ക് അയച്ച ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ വഴി അവൻ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് സംശയത്തിന് ഇടമില്ലാത്ത വിധം തെളിഞ്ഞു. ഇരുമ്പ് വടിയും ഗ്രീസ് പുരണ്ട തടിയും ഉപയോഗിച്ച് ക്രൂരമായി
മർദ്ദിച്ച് രക്തം വാർന്നുപോയ ശേഷമാണ് അവൻ അവളെ തൂക്കിലേറ്റിയത്. അതുകൊണ്ട് തന്നെ അവൻ ഇനി ജയിലിന് പുറത്തിറങ്ങില്ല എന്നുറപ്പായി. ഭാഗ്യശ്രീ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊക്കെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകാം. എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും ഒരാളുടെ ജീവൻ എടുക്കാൻ ആർക്കും അവകാശമില്ല. അതിക്രൂരമായ ഈ പീഡനം അനുഭവിക്കുമ്പോഴും ഇതെല്ലാം മുൻകൂട്ടി കണ്ട് എൻ്റെ 3 വയസ്സുള്ള കുഞ്ഞിനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് സുരക്ഷിതമായി ഏൽപ്പിച്ചല്ലോ എന്നൊരു ആശ്വാസം മാത്രമായിരിക്കും ആ അമ്മയുടെ മനസ്സിൽ അവസാന നിമിഷം ഉണ്ടായിരുന്നത്. അല്ലാത്ത പക്ഷം ഈ മൃഗം ആ കുഞ്ഞിനെയും ഉപദ്രവിച്ചേനെ. ഈയൊരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ദാമ്പത്യത്തിലായാലും പ്രണയത്തിലായാലും സംശയം എന്ന വിഷം പടരാൻ അനുവദിക്കരുത്. തുടക്കത്തിൽ അത് സ്നേഹം കൊണ്ടുള്ള പോസസീവ്നെസ് ആണെന്ന് തോന്നുമായിരിക്കും. എന്നാൽ പതുക്കെ അത് സംശയമായും പിന്നെ വലിയ ദുരന്തങ്ങളായും മാറും. പങ്കാളിയെ വിശ്വസിക്കാൻ പഠിക്കുക. പരസ്പരം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ബന്ധത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പലവിധ തിരക്കുകൾക്കിടയിലും ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയുക. ഇതുവരെയും വീഡിയോ ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.